ഗുഡ് മോർണിംഗ് വീക്ക്ലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. മാസങ്ങളായി തുടരുന്ന കറക്ഷന് അല്പം ആശ്വാസം ലഭിച്ച പോയ വാരത്തിൽ തുടർച്ചയായ 8 ദിവസത്തിന് ശേഷമാണ് നിഫ്റ്റി 22,600 എന്ന ലെവൽ തിരികെ പിടിച്ചത്. നഷ്ടങ്ങൾക്ക് വിരാമമിട്ട മാർച്ച് 5 ട്രേഡിംഗിൽ ബുൾസിന് വ്യക്തമായ ആധിപത്യം ഉണ്ടായിരുന്നു. ലോ ലെവലുകളിലെ വാല്യൂ ബൈയിങ്ങും ഒപ്പം ഏഷ്യൻ മാർക്കറ്റിലെ റാലിയുമെല്ലാം വിപണിക്ക് കരുത്തു പകർന്നു. ഇതോടെ നാളുകൾക്ക് ശേഷം സകല സെക്ടറൽ സൂചികകളും പച്ചതൊട്ടു. അതേസമയം താരിഫ് അനിശ്ചിതാവസ്ഥകളും വിദേശ നിക്ഷേപകരുടെ നിരന്തരമായ പിൻവാങ്ങലും ഇപ്പോഴും ആഭ്യന്തര വിപണിയിൽ ആശങ്കയ്ക്ക് ഇട നൽകുന്നുണ്ട്. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ മുഴുവൻ സൂചികകളും നേട്ടമാണ് നൽകിയിരിക്കുന്നത്. 1.93% നേട്ടം നിഫ്റ്റി നൽകിയപ്പോൾ ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലുള്ള മൂവ്മെന്റ് ആണ് ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചൈനയുടെ സ്റ്റിമുലസ് പാക്കേജും $ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞതും മെറ്റൽ മേഖലയ്ക്ക് ഗുണം ചെയ്തതോടെ സൂചികകളിൽ ഔട്ട് പെർഫോമൻസ് നടത്തിയത് മെറ്റൽ സൂചികയാണ്. നേട്ടം 8.5% പിന്നിട്ടു. തൊട്ടുപിന്നാലെ 7.36% മുന്നേറ്റം നടത്തിയ മീഡിയ സൂചികയും 5.9% മുന്നേറിയ എനർജി, 5.33% നേട്ടം നൽകിയ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകളും തിളങ്ങി. വിൽപ്പനാ സമ്മർദ്ദം തുടർന്നെങ്കിലും വീക്ക്ലി ബേസിസിൽ 1.35% നേട്ടമാണ് IT സൂചിക റിപ്പോർട്ട് ചെയ്തത്. 5%-ഓളമായിരുന്നു PSU ബാങ്ക് സൂചികയുടെ മുന്നേറ്റം. ബ്രോഡർ മാർക്കറ്റിലും മികച്ച പെർഫോമൻസ് പ്രകടമായ വാരത്തിൽ BSE സ്മോൾ ക്യാപ്പ് 5.86%, മിഡ് ക്യാപ്പ് 3.36% കുതിച്ചു. അനുകൂലമായ സർവീസ് നിർമ്മാണ PMI ഡാറ്റകൾ വന്നുവെങ്കിലും ലേബർ മാർക്കറ്റിലെ ഡാറ്റകളിൽ സമ്മർദ്ദം കാണാൻ സാധിച്ചിരുന്നു. വെള്ളിയാഴ്ച വന്ന തൊഴിലില്ലായ്മ ഡാറ്റ 3.5 വർഷത്തെ ഉയരത്തിലേക്കാണ് കുതിച്ചത്. തൊഴിൽ വിപണി ട്രംപിന്റെ നടപടികളെ സംശയദൃഷ്ടിയോടെയാണ് നോക്കിക്കാണുന്നത് എന്നാണ് എക്സ്പേർട്സിന്റെ വിലയിരുത്തൽ. ഡാറ്റകളെക്കാൾ ഉപരി ട്രംപിന്റെ താരിഫ് നയപ്രഖ്യാപനങ്ങൾ തന്നെയാണ് അമേരിക്കൻ സൂചികകളെ വിൽപ്പനാ സമ്മർദ്ദത്തിലേക്ക് നയിച്ചത്. ഒപ്പം പലിശ നിരക്ക് സംബന്ധിച്ച തീരുമാനങ്ങൾ ട്രംപിന്റെ നയങ്ങളിൽ വ്യക്തത വന്നതിന് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്ന ജെറോം പവലിന്റെ പ്രസ്താവനയും സൂചികകളെ മുൾമുനയിൽ നിർത്തി. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഡൗ ജോൺസ് 2.37% കനത്ത വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടപ്പോൾ നാസ്ഡാക്ക് 100 3.27% നഷ്ടത്തിലേക്കാണ് കൂപ്പുകുത്തിയത്. S&P 500 3.1% ഇടിവാണ് റിപ്പോർട്ട് ചെയ്തത്. അടുത്തയാഴ്ച മാർച്ച് 11 വരുന്ന ജോൺസ് ജോബ് ഓപ്പണിംഗ് ഡാറ്റയോടെ അമേരിക്കയുടെ ഫെബ്രുവരിയിലെ ലേബർ ഡാറ്റകളെല്ലാം വന്നു കഴിയും. ഇതോടെ US ലേബർ മാർക്കറ്റിന്റെ യഥാർത്ഥ ചിത്രം നിക്ഷേപകർക്ക് മുന്നിൽ തെളിയും. ട്രംപ് നയങ്ങളിലെ അവ്യക്തത ലേബർ മാർക്കറ്റിനെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നിക്ഷേപകർക്ക് വിലയിരുത്താൻ സാധിക്കും. തുടർന്ന് മാർച്ച് 12 യുഎസിന്റെ CPI, കോർ CPI ഡാറ്റകൾ എത്തും. വിലക്കയറ്റം 0.3% കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാർച്ച് 12 വരുന്ന PPI അഥവാ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും വിപണി ശ്രദ്ധ ആകർഷിക്കും. ഉൽപാദകരുടെ ഭാഗത്തു നിന്നുള്ള വിലക്കയറ്റമാണ് ഈ ഡാറ്റയിലൂടെ വിലയിരുത്തപ്പെടുന്നത്. താരിഫ് നയങ്ങളിൽപ്പെട്ട് യുഎസിന്റെ ബിസിനസ് സെന്റിമെന്റ്സ് വലിയ രീതിയിൽ നെഗറ്റീവായി ബാധിച്ചിരിക്കുന്നു എന്നാണ് അനലിസ്റ്റുകളുടെ നിരീക്ഷണം. ഈ പശ്ചാത്തലത്തിൽ ഈ ഡാറ്റയും വിപണിയുടെ ഗതിയെ സ്വാധീനിച്ചേക്കാം. തുടർന്ന് പതിവ് പോലെ അന്ന് തന്നെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും എത്തും. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് കുറച്ചതും അനുകൂലമായ നിർമ്മാണ മേഖലയുടെ PMI, GDP ഡാറ്റകളും പ്രതികൂലമായ സർവീസ് PMI കണക്കുകളുമായിരുന്നു പോയ വാരം യൂറോപ്യൻ സൂചികകളുടെ ഗതിയെ നിർണയിച്ചത്. ഒപ്പം ഡിഫൻസ് സെക്ടറിലേക്ക് 150 ബില്യൺ യൂറോയുടെ ഫൈനാൻസ് നൽകുമെന്ന യൂറോ കമ്മീഷന്റെ പ്രഖ്യാപനം സൂചികകളുടെ ഗതിയെ തന്നെ മാറ്റിമറിച്ചു. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഫൂട്സെ 100 1.02% നഷ്ടം റിപ്പോർട്ട് ചെയ്തപ്പോൾ ഡാക്സ് 2.03% കുതിപ്പാണ് നടത്തിയത്. ഒപ്പം CAC 40യിലും 1.11% നേട്ടം രേഖപ്പെടുത്തി. അടുത്ത വാരത്തിലേക്ക് വരുമ്പോൾ മാർച്ച് 12 ECB പ്രസിഡന്റ് ക്രിസ്റ്റ്യൻ ലഗാർഡയുടെ പ്രസ്താവനകളായിരിക്കും വിപണികൾ ഏറെ ഉറ്റുനോക്കുക. മാറിവരുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളുടെയും ട്രേഡ് സമവാക്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ ECBയുടെ മുന്നോട്ടുള്ള നടപടികൾ എങ്ങനെയായിരിക്കുമെന്ന സൂചനകൾ ഉണ്ടോ എന്നാണ് നിക്ഷേപകർ വിലയിരുത്തുക. തുടർന്ന് മാർച്ച് 14 ജർമ്മനി, ഫ്രാൻസ് എന്നിവയുടെ CPI കണക്കുകളാണ് വിപണി ശ്രദ്ധ ആകർഷിക്കുക. ഒപ്പം അന്നേ ദിവസം തന്നെ പ്രസിദ്ധീകരിക്കുന്ന ബ്രിട്ടന്റെ GDP കണക്കുകളും നിക്ഷേപകർ വിലയിരുത്തും. അനുകൂലമായ നിർമ്മാണ സർവീസ് PMI കണക്കുകളും US
ചൈന വ്യാപാര യുദ്ധവുമായിരുന്നു പോയ വാരം ഏഷ്യൻ സൂചികകളെ സ്വാധീനിച്ചത്. ഒപ്പം ചൈനീസ് സർക്കാരിന്റെ പുതിയ സ്റ്റിമുലസ് പാക്കേജ് പ്രതീക്ഷകളും ചൈനീസ് വിപണികൾക്ക് കരുത്ത് പകർന്നു. നിക്കി 225.92% പ്രതിവാര നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ SSLD കോമ്പോണന്റ് സൂചിക 2.72% മുന്നേറ്റമാണ് നടത്തിയത്. മാർച്ച് 10 വരുന്ന ജപ്പാന്റെ GDP ഡാറ്റയാണ് ഏഷ്യൻ നിക്ഷേപകർ കാത്തിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഡാറ്റ. മാർച്ച് 11 വരുന്ന ജപ്പാന്റെ PPI കണക്കുകളും ഇതോടൊപ്പം നിക്ഷേപക ശ്രദ്ധ പിടിച്ചുപറ്റും. കമോഡിറ്റി മാർക്കറ്റിൽ ഒരു ഇടിവാണ് പോയ വാരം കാണാൻ കഴിഞ്ഞത്. ബ്രെന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 3.7% ഇടിവോടെ ബാരലിന് $70.36 വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WTI ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 3.9% ഇടിഞ്ഞ് ബാരലിന് $67.04 എന്ന നിലയിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. US, കാനഡ, ചൈന എന്നിവയ്ക്കിടയിലുള്ള താരിഫുകളുടെ ആഘാതത്തെക്കുറിച്ചും OPEC+ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളെക്കുറിച്ചുമുള്ള ആശങ്ക നിലനിൽക്കുന്നതിനാൽ WTI വില 3 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് വ്യാപാരം നടത്തിയത്. ടെക്നിക്കൽ സൈഡിൽ ബ്രെന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $68.84 തുടർന്ന് $68.21 ഉള്ളത്. അപ്സൈഡിലേക്ക് വരുമ്പോൾ $70 റെസിസ്റ്റൻസ്. ഇത് മറികടക്കാൻ സാധിച്ചാൽ $70.5 റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. ഫിബനാച്ചി റീട്രേസ്മെന്റ് ലെവലുകൾ അനുസരിച്ച് WTI ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $65.78 തുടർന്ന് $65.42 $64.85 സപ്പോർട്ട് പരിഗണിക്കാവുന്നതാണ്. മറുവശത്ത് $66.92 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $67.28 തുടർന്ന് $67.8 ലെവലുകളും റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാവുന്നതാണ്. സ്വർണ്ണവില പ്രതിവാരാടിസ്ഥാനത്തിൽ 1.9% നേട്ടത്തോടെ ട്രോയ് ഔൺസിന് $2,911.6 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. താരിഫ് അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം വില ഉയർന്നു വരാനാണ് സാധ്യത. ടെക്നിക്കൽ സൈഡിൽ ഗോൾഡിന്റെ ആദ്യ സപ്പോർട്ട് $2,891.9 തുടർന്ന് $2,873.8 $2,927.4 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $2,944.9 എന്ന ലെവൽ വരെ റെസിസ്റ്റൻസ് പോയേക്കാം. ആഴ്ചയിലെ അവസാന ദിനത്തിൽ ഇന്ത്യൻ രൂപ കരുത്താർജിച്ചു. 2 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച പ്രതിവാര നേട്ടമാണ് രൂപ രേഖപ്പെടുത്തിയത്. വാരാന്ത്യത്തിൽ 0.43% നേട്ടത്തിൽ 87.06 എന്ന ലെവലിലാണ് രൂപ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 87.1 എന്ന നിലയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉണ്ട്. തുടർന്ന് 87.3 എന്ന ലെവലും സപ്പോർട്ടായി കണക്കാക്കാം. മറുവശത്തെ 86.8 എന്ന ലെവലിൽ ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. 86.7 എന്ന നിലയിലാണ് അടുത്ത പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഉള്ളത്. പോയ വാരത്തിൽ FIIയുടെ ഭാഗത്തു നിന്നും നെറ്റ് സെല്ലിംഗ് ആണ് ഉണ്ടായത്. വിദേശ നിക്ഷേപകർ 15,501.57 കോടിയുടെ അറ്റ വിൽപ്പന നടത്തിയപ്പോൾ DIIകൾ 20,950.89 കോടിയുടെ നിക്ഷേപവും നടത്തിയിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 1.61 ലക്ഷം കോടി രൂപയുടെ ഓഹരികളാണ് വിദേശ നിക്ഷേപകർ വിറ്റൊഴിഞ്ഞത്. അതേസമയം 1.72 ലക്ഷം കോടി രൂപയുടെ ഓഹരികളാണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വാങ്ങിയത്. പോയ വാരം മാർച്ച് 3 S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI കണക്കുകൾ പുറത്തുവന്നു. ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്ത 57.7 നിന്നും 57.1 എന്ന നിലയിലേക്കായിരുന്നു PMI അനുമാനങ്ങൾ. എന്നാൽ വിൽപ്പന വളർച്ചയിലുണ്ടായ ഇടിവ് കാരണം ഫെബ്രുവരിയിലെ നിർമ്മാണ മേഖലയുടെ PMI 14 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയായ 56.3-ലെത്തി. മാർച്ച് 5 S&P ഗ്ലോബൽ സർവീസ് PMI കണക്കുകളും വന്നു. GDP വളർച്ചാ നിരക്കിലെ വർധനവിന് ശേഷം ഫെബ്രുവരിയിൽ പ്രതിമാസ സർവീസ് PMI 59 ഉയർന്നത് നിക്ഷേപകർക്കും പോളിസി മേക്കേഴ്സിനും ആശ്വാസം നൽകി. വരുന്ന വാരം മാർച്ച് 12 ഫെബ്രുവരിയിലെ CPI കണക്കുകൾ റിപ്പോർട്ട് ചെയ്യും. ജനുവരിയിലെ 4.31% നിന്നും റീറ്റെയിൽ പണപ്പെരുപ്പം 4% എത്തുമെന്നാണ് അനുമാനങ്ങൾ. അന്നേ ദിവസം തന്നെ മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് കണക്കുകളും പുറത്തുവരും. ഡിസംബറിൽ 3% മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട്. മാർച്ച് 14 എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രേഡ് ബാലൻസ് കണക്കുകൾ റിപ്പോർട്ട് ചെയ്യും. ജനുവരിയിൽ -22.99 ബില്യൺ രൂപയായിരുന്നു ട്രേഡ് ബാലൻസ് ആയി റിപ്പോർട്ട് ചെയ്തിരുന്നത്. പതിവ് പോലെ തന്നെ ഫോറക്സ് ഡേറ്റ മാർച്ച് 14 റിപ്പോർട്ട് ചെയ്യും.
ഫെബ്രുവരി 28 അവസാനിച്ച വാരത്തിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $1.78 ബില്യൺ താഴ്ന്ന് $638.69 ബില്യൺ ടെക്നിക്കൽ പാർട്ടിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 3 ദിവസത്തെ പോസിറ്റീവ് റണ്ണപ്പിന് ശേഷം ഒരു റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് ആയിരുന്നു വെള്ളിയാഴ്ച നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. കൂടാതെ 5-day, 10-day EMAകളുടെ മുകളിൽ സൂചികയ്ക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചതും കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനുകളേക്കാൾ ഉയർന്ന വോള്യം ഉണ്ടായതുകൊണ്ടും ഷോർട്ട് ടേം ട്രെൻഡ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. HDFC സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റായ നാഗരാജ് ഷെട്ടി പറയുന്നത് 22,750 മുതൽ 22,800 മുകളിൽ ഒരു ബ്രേക്ക്ഔട്ട് നേടാൻ സാധിച്ചാൽ ബുൾസുകളുടെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കാമെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ച് റെസിസ്റ്റൻസ് ആയും ഡൗൺ സൈഡിൽ 22,300 മുതൽ 22,250 വരെ സപ്പോർട്ടായി പരിഗണിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിഫ്റ്റിയുടെ ഡൗൺ ട്രെൻഡിന്റെ ഇന്റൻസിറ്റിയിൽ ഒരു കുറവുണ്ടായെന്ന് മാത്രമല്ല, അതിന്റെ റീസെന്റ് ലോയിൽ നിന്നും ഏകദേശം 600 പോയിന്റ് റിക്കവർ ചെയ്യാൻ സാധിച്ചു എന്നാണ് SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുമാർ പറയുന്നത്. ഈ റിക്കവറിക്ക് കാരണങ്ങളായി 2 കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഡോളർ അതിന്റെ പീക്കിൽ നിന്നും 6% ഇടിഞ്ഞതും. 2, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഇടിവും. ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് ക്രൂഡിൽ ഉണ്ടാകുന്ന ഇടിവ് പോസിറ്റീവ് ആണെന്നും ഇത് ഇൻഫ്ലേഷണറി പ്രഷർ കുറയ്ക്കാനും ട്രേഡ് ഡെഫിസിറ്റ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുമെന്നും അനലിസ്റ്റുമാർ കൂട്ടിച്ചേർത്തു. അതോടൊപ്പം ഈ കാരണങ്ങളാൽ ലിക്വിഡിറ്റി കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യാനും രൂപയിൽ ഉണ്ടാകുന്ന പ്രഷർ കുറയ്ക്കാനും സാധിക്കുമെന്നും അവർ പറഞ്ഞു വെക്കുന്നു. ഈ സാഹചര്യത്തിൽ നിഫ്റ്റി അതിന്റെ പോസിറ്റീവ് മൂവ് തുടരാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നും അതുകൊണ്ട് 22,670 മുതൽ 22,700 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാമെന്നും സപ്പോർട്ട് 22,300 മുതൽ 22,250 ആയി കൺസിഡർ ചെയ്യാമെന്നും അവർ സൂചിപ്പിച്ചു. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ വീക്കായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. കഴിഞ്ഞ 3 ദിവസത്തെ വിന്നിംഗ് സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ 0.27% ഇടിവോടെയാണ് വെള്ളിയാഴ്ച നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബുൾസ് നിലവിൽ ആക്റ്റീവ് ആണെങ്കിൽ പോലും 48,600 മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ ഒരു പോസിറ്റീവ് മൊമെന്റം തുടരുകയുള്ളൂ എന്നാണ് ലക്ഷ്മിശ്രീ ഇൻവെസ്റ്റ്മെന്റിലെ അനലിസ്റ്റായ അൻഷുൽ ജെയിൻ പറയുന്നത്. അതുകൊണ്ട് സൂചികയിൽ 48,300 സപ്പോർട്ടായും 48,600 റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹോളിയോടനുബന്ധിച്ച് വരുന്ന വെള്ളിയാഴ്ച മാർക്കറ്റ് അവധിയായതിനാൽ 4 ട്രേഡിംഗ് ദിനങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. നാളുകൾ നീണ്ട കറക്ഷന് താൽക്കാലികമായ ഒരു ആശ്വാസം പകർന്ന പോയ വാരത്തിലെ പ്രകടനം ബുൾസിന് പ്രതീക്ഷ നൽകുകയാണ്. വരുന്ന വാരത്തിൽ ഈ നേട്ടം തുടരാൻ സാധിക്കുകയാണെങ്കിൽ നിക്ഷേപകരുടെ പോർട്ട്ഫോളിയോയിലും അത് പ്രതിഫലിച്ചേക്കാം. എന്നിരുന്നാലും ആഗോളതലത്തിലെ അനിശ്ചിതാവസ്ഥകൾ വിട്ടൊഴിയാത്തതിൽ ആശങ്ക തുടരുകയുമാണ്. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെയായിട്ട് തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.